നമ്മളൊക്കെ സത്യവേദ പുസ്തകം ദിനമേ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ സത്യവേദ പുസ്തകം പ്രാർത്ഥനാപൂർവ്വം പഠിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. ആ മരണത്തെ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, നമ്മൾ നമ്മുടെ സഭായോഗങ്ങൾ, കർത്തൃമേശ ആചരിക്കുമ്പോൾ ഒക്കെ നമ്മൾ കർത്താവിന്റെ മരണത്തെ അത് നമ്മൾ ഓർക്കുകയും നന്ദിയോടെ ദൈവത്തോട് നന്ദിയോടൊക്കെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളാണല്ലോ. ദൈവവൃത്തനായ ക്രിസ്തു ഈ ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറിയിൽ ഉയർത്തിയ ആ മരക്കുരിശിൽ ഒരു യാഗമായി തീർന്നതിലൂടെയാണല്ലോ നമുക്ക് വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൽ കൂടി നിത്യരക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞത്. നീ ക്രൂശിക്കുന്നതിന്റെ ചരിത്രം പഠിച്ചാൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള കുറ്റവാളികളെ കുരിശിൽ തറച്ചു കൊല്ലുന്നത് അന്നത്തെ പതിവായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള വിവിധ രാജ്യങ്ങളിൽ അത് പതിവായിരുന്നു. ഇപ്രകാരം കുരിശിൽ തറച്ചു കൊല്ലുന്ന രീതി ആദ്യം ഫോനീഷ്യക്കാരും പിന്നെ കാർത്തേജീനിയക്കാരും പിന്നീട് റോമാക്കാരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്ന ചരിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം റോമാക്കാർ സാധാരണയായി ക്രൂശിൽ തറച്ചു വധിച്ചിരുന്നത് അല്ലെങ്കിൽ കൊന്നിരുന്നത് അടിമകൾ, നീച്ച കുറ്റവാളികൾ, ദൂരെയുള്ള വിവിധ റോമൻ പ്രവിശ്യകളിൽ നിന്നുള്ള കുറ്റവാളികൾ തുടങ്ങിയവരായിരുന്നു അവർ ക്രൂശിച്ച് അല്ലെങ്കിൽ വധശിക്ഷയിൽ ക്രൂശ് ഉപയോഗിച്ച് കൊന്നിരുന്നത്. വളരെ അപൂർവമായി മാത്രമേ റോമൻ പൗരന്മാരെ അവർ ക്രൂശിച്ചിരുന്നുള്ളൂ. റോമൻ പൗരനായ പൗലോസിനെ ക്രൂശിക്കുന്നതിന് പകരം ശിരച്ഛേദം ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. യേശു കർത്താവിന്റെ ക്രൂശ് മരണവും അതിന്റെ കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ കൊണ്ടും അത് അതുല്യമായി നിലകൊള്ളുന്ന ഒന്ന് തന്നെയാണ്. കർത്താവും ഈ നിലയിലാണ് മരിച്ചതെങ്കിൽ പോലും അതിന്റെ ഫലങ്ങൾ കൊണ്ട്, ആ ക്രൂശ് മരണത്തിന്റെ കാരണങ്ങൾ കൊണ്ട് അതിന് തുല്യമായ മറ്റൊന്നില്ലാത്ത വിധത്തിൽ അത് ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ അല്പം അതിനെ വിശദമായി പഠിപ്പാനായിട്ടും അതിൽ നിന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളെയാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം സ്വാഭാവികമായിരുന്നു. സ്വാഭാവികം എന്ന് പറയുമ്പോൾ അതായത് ഇതൊരു യഥാർത്ഥ മരണമായിരുന്നു. മറിച്ച് വാദിക്കുന്ന നിരവധി പേർ ഉണ്ടെങ്കിലും ഇതൊരു യഥാർത്ഥ മരണം തന്നെ. അത് മരിച്ചിട്ട് കർത്താവ് ആ കാൽവറി ക്രൂശിൽ അല്ലെങ്കിൽ കാൽവറിയിൽ നാട്ടപ്പെട്ട ആ ക്രൂശിൽ കർത്താവ് കിടന്ന് അവന്റെ ജീവനെ അവിടെ നിന്ന് വെടിഞ്ഞു അല്ലെങ്കിൽ പ്രാണൻ വേർപെട്ടു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ തെളിയിക്കുന്ന നിരവധി വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. ദൈവത്തിന് എങ്ങനെ മരിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഒത്തിരി ചോദ്യം നമ്മൾ പലപ്പോഴും പലരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിന് ബൈബിൾ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ആദിയിൽ വചനമായിരുന്നവനും ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവം ഒരു ജഡമായി തീർന്ന് ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത്. അതായത് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നവൻ ഒരു ദാസന്റെ രൂപം സൃഷ്ടിച്ച് അല്ലെങ്കിൽ സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യ സാദൃശ്യത്തിൽ കാണപ്പെട്ട ദൈവം ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നുവെന്ന് ബൈബിൾ സാക്ഷിക്കുന്നു. ബൈബിൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മനുഷ്യ അവതാരമെടുത്ത് മഹത്വത്തിന്റെ കർത്താവിന് മരണം സഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സഹിക്കാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ അനുയോജ്യമായ പദം യേശുക്രിസ്തു മരണത്തെ ആസ്വദിച്ചു എന്നതാണ്. ബൈബിളിൽ അങ്ങനെയുള്ള ആ ഫ്രേസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പിതാവേ നിന്റെ കൈകൾ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ആ ക്രൂശിലെ മൊഴി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വാക്കുകളിലൂടെ അവന്റെ മരണം എത്ര സ്വാഭാവികമായിരുന്നു, അല്ലെങ്കിൽ അത് സംഭവിച്ചിരുന്നു, അത് സാധാരണമായിരുന്നു, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് അവനെ കല്ലറയിൽ കിടത്തിയപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം കൂടുതൽ വ്യക്തമായി. ആ മരിച്ച ശരീരത്തെ കല്ലറയിൽ അടച്ച് അല്ലെങ്കിൽ അത് കാവൽ നിർത്തുന്ന കാര്യങ്ങളൊക്കെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവിടെ അവൻ ആ 3 ദിവസം ആ കല്ലറയിൽ തുടർന്നു എന്നും ബൈബിൾ സാക്ഷിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ചിന്തയായിട്ട് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ മരണം അസ്വാഭാവികമായിരുന്നു. സ്വാഭാവികമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അസ്വാഭാവികമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. ഇതിനർത്ഥം അത് അസാധാരണമായിരുന്നു. ഒരു സാധാരണ മരണം മാത്രമല്ലായിരുന്നു, അത് യാഥാർത്ഥ്യമായിരുന്നപ്പോൾ തന്നെ അതൊരു അസാധാരണ മരണം കൂടിയായിരുന്നു. മനുഷ്യാവതാരം സ്വീകരിച്ചതിലൂടെ ദൈവപുത്രൻ മരണം അനുഭവിപ്പാൻ പ്രാപ്തനായി എന്നുള്ളത് നമ്മൾ കണ്ടു, നമ്മൾ അത് ചിന്തിച്ചു. എന്നാൽ മരണത്തിന് അവന്റെ മേൽ ഒരു അവകാശവാദം ഉണ്ടെന്ന് അതിനർത്ഥമില്ല. ഒരു മരണത്തിന് പ്രാപ്തനായി അല്ലെങ്കിൽ മരണം ആസ്വദിക്കാൻ അവൻ പ്രാപ്തനായി എന്ന് പറയുമ്പോൾ മരണത്തിന് അവന്റെ മേൽ, നമ്മുടെയൊക്കെ മേലൊരു മരണത്തിന് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു അവകാശം കർത്താവിന്റെ മേൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയരെ, മരണം എന്നുള്ളത് പാപത്തിന്റെ ശമ്പളമാണ്. നമുക്ക് ആ വാക്യവും നമുക്കറിയാം. യേശുക്രിസ്തുവിന് അങ്ങനെ പാപം ഉണ്ടായിരുന്നതിനാൽ, അപ്പോൾ ഉണ്ടായിട്ടില്ലാത്തതിനാൽ അല്ലെങ്കിൽ പാപമില്ലാത്തതിനാൽ അവൻ ആ മരണം ആ നിലയിൽ അവന് അത് പ്രാപിപ്പാൻ, അല്ലെങ്കിൽ അത് അതൊരു അസാധാരണ മരണം തന്നെയായിരുന്നു എന്നുള്ള ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് ദൂതൻ മറിയോട് സംസാരിക്കുന്ന ആ വേദഭാഗം ഒന്ന് പരിശോധിച്ച് ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് നോക്കുക. ഇവിടെ വിശുദ്ധ പ്രജ എന്നുള്ള ഒരു പ്രത്യേക പദം അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതായത് വീഴ്ച ഭവിച്ച അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ച മനുഷ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു മാലിന്യവും ബാധിക്കാതെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രവേശിച്ചു എന്നുള്ള ഒരു സത്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതാണ് ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന, അത് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ആ സത്യം. ഇനി ചില ബൈബിൾ വാക്യങ്ങൾ കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പാപം ചെയ്തിട്ടില്ല. ജനനത്തിൽ പാപമില്ലായിരുന്നു, കർത്താവിന്റെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടില്ല എന്ന് അവിടെ ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്രോസ് ആ വേദഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപം ഇല്ല. അവിടെ നോക്കുന്ന പദം അവനിൽ പാപം ഇല്ല എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ പാപം ചെയ്തിട്ടില്ല, പിന്നെ പറയുന്നു പാപം ഇല്ല എന്നുള്ള. ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നു അതിന്റെ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നുള്ളതാണ് അവിടെ പാപം അറിയാത്തവനെ, അന്നേരം പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞില്ല, അതുപോലെ തന്നെ പാപം ഇല്ല എന്ന് പറഞ്ഞ ആ 3 കാര്യങ്ങൾ പറയുമ്പോൾ മരണത്തിന് അവന്റെ മേൽ ഒരു അവകാശവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതെല്ലാം തെളിയിക്കുന്നത്. വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും യാതൊരു കളങ്കവുമില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധനായിരുന്നു മനുഷ്യപുത്രനായ യേശുക്രിസ്തു എന്നാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. മരണത്തിന് അവന്റെ മേൽ യാതൊരു അവകാശവാദവും ഉണ്ടായിരുന്നില്ല. പിലാത്തോസിന് പോലും അവനിൽ ഒരു കുറ്റം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു. അവൻ പലതവണ വിസ്തരിച്ചു നോക്കി, പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി, അവന് ഒരു കുറ്റവും അവനിൽ ഇല്ല അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് അവൻ അവിടെ പറയുന്നത് നമുക്ക് ആ വേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധനായവൻ മരിക്കുന്നത് ഒരു അസ്വാഭാവികമായ ഒരു സംഭവമായിരുന്നു. അതൊരു അസ്വാഭാവിക സംഭവം തന്നെയായിരുന്നു, അല്ലെങ്കിൽ അസ്വാഭാവിക മരണം തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിന്റെ മരണം പ്രകൃത്യാതീതമായിരുന്നു, പ്രകൃതിക്ക് അതീതമായ ഒരു മരണമായിരുന്നു. അതായത് ഈ മരണം യേശുക്രിസ്തുവിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ കർത്താവ് വിളിക്കുമ്പോൾ പോകുമെന്നൊക്കെ ചിലർ പ്രത്യാശയോടുകൂടി പറയുമ്പോൾ, ചിലപ്പോൾ ചിലരുടെ രോഗങ്ങളുടെ ഒക്കെ പ്രതിസന്ധികൾ, കർത്താവ് എന്ന് വിളിച്ചാൽ ഞാൻ പോകാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഈ ക്രിസ്തീയ പ്രത്യാശയൊന്നും ഇല്ലാത്തവർ അവരുടെ നിരാശകളിലൊക്കെ തന്നെത്താൻ ജീവിതം സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വിവിധ രീതികളിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യം, അവിടെയൊക്കെ ആ മരണം അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിലെ കാരണമൊക്കെ അതൊരു ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്നൊക്കെ പറയുന്ന പല പദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഈ മരണം യേശു ക്രിസ്തുവിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അതിന്റെ സമയങ്ങളും കാലങ്ങളും അതിൻ്റെതായ എല്ലാ അതിൻ്റെയുള്ള ഓരോ സ്റ്റെപ്പുകളും അതെല്ലാം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടതും നിശ്ചയിക്കപ്പെട്ടതുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വേദപുസ്തകം നമുക്ക് തരുന്ന അറിവുകൾ. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു യേശു ക്രിസ്തു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്യം നമ്മൾ പല പ്രാവശ്യം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പാപം ഈ ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ അനുസരിക്കേടാണ് ആദ്യത്തെ പാപം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ പാപം ഈ ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് അതിൽ നിന്നുള്ള രക്ഷ ദൈവം ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ വാക്യവും അല്ലെങ്കിൽ ആ ആശയം നമുക്ക് തരുന്നത്. നാം ഓരോരുത്തരും ജീവിക്കേണ്ടതിനായി മരിക്കേണ്ട രക്ഷകനായിരുന്നു വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് ജീവിക്കേണ്ടതിന്, നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതിന്, നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അതിന് പകരമായി മരിക്കേണ്ട യഥാർത്ഥ രക്ഷകനായിരുന്നു, ലോകരക്ഷിതാവായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, പാപത്തിന്റെ വില നൽകുവാൻ തക്ക നല്ലവനായ മറ്റാരുമില്ലാത്തതിനാൽ പിതാവിന്റെ ഏകജാതനായ പുത്രൻ തന്നെത്താൻ മറുവിലയായി അർപ്പിച്ചു എന്ന് ആ തിരുവചന ഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് ഒത്തിരി വാക്യങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിലും പഴയ നിയമ പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണാൻ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടും ഇതിനുള്ള ആമുഖമായി ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട് ആ ക്രൂശിലെ മൊഴികളിലേക്ക് കടപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
ഇവിടെ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ച ആ മരണത്തിലൂടെയാണ് ദൈവം മുമ്പ് ചെയ്തിരുന്ന പാപങ്ങളെല്ലാം ന്യായമായി തന്നെ ക്ഷമിച്ചത്. കാരണം കർത്താവിന്റെ ക്ഷമ പോലും ന്യായമുണ്ടെന്നുള്ളത് നീതിയോടുകൂടി തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ആ നീതിയിൽ അതെല്ലാം ക്ഷമിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മരണം ലോക സ്ഥാപനത്തിന് മുമ്പേ തീരുമാനിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പാകെ ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി യേശു ക്രിസ്തുവിനെ കണ്ടിരുന്നില്ലെങ്കിൽ പഴയ നിയമ കാലങ്ങളിലെ ഓരോ പാപിയും അവൻ പാപം ചെയ്ത നിമിഷം തന്നെ നരകത്തിലേക്ക് ഇറങ്ങി പോകേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ആ നിലയിലായിരുന്നു കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് ഇനി ഉയർത്തെഴുന്നേറ്റ് ഇനി എന്റെ സകലർക്കും രക്ഷാപദവി ഒരുങ്ങി എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ആരെല്ലാം പാപം ചെയ്തോ ആ നിമിഷം തന്നെ അവർ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അവർ ഇറങ്ങി പോകേണ്ടിയിരുന്നു. എന്നാൽ അത് സംഭവിക്കാതിരുന്നത് ലോക സ്ഥാപനത്തിനു മുമ്പേ തീരുമാനിച്ച ആ കർത്താവിന്റെ ബലിമരണത്തിലൂടെയായിരുന്നു. ഇനി നാലാമതൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ മരണം അമാനുഷികമായിരുന്നു. ഇതിനർത്ഥം മറ്റുള്ള എല്ലാ മരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മരണമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായത്. യേശു ക്രിസ്തുവിന്റെ ജനനം മറ്റെല്ലാ ജനനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതൊരു അസാധാരണമായ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒന്നായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവും മറ്റെല്ലാ ജീവിതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതും നമുക്കൊന്നും പെട്ടെന്നൊന്നും പകർത്തിയെടുക്കാൻ കഴിയാത്തത്ര ശ്രേഷ്ഠവും ദൈവത്തിനും വിശുദ്ധവുമായ ഒരു ജീവിതമായിരുന്നു എന്നുള്ളതറിയാം. നമ്മൾ മുമ്പ് കണ്ടിരുന്നു പാപം അറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെയുള്ള അവന്റെ ജീവിതവും വളരെ വ്യത്യസ്തമായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണവും മറ്റെല്ലാ മരണങ്ങളിൽ നിന്നും, അതുവരെ നടന്ന എല്ലാ മരണങ്ങളിൽ നിന്നും, ഇനി നടക്കാൻ പോകുന്ന മനുഷ്യരുടെ എല്ലാ മരണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്റെ മരണത്തെക്കുറിച്ച്, അതായത് കർത്താവിന്റെ മരണത്തെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പറഞ്ഞ ചില വേദഭാഗങ്ങളോട് ഞാൻ ഇതിനോട് ചേർന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഗെത്സമനയിൽ വെച്ച് യേശു കർത്താവിനെ പിടിച്ച ശത്രുക്കളുടെ കയ്യിൽ ആ ശത്രുക്കളെ നമുക്കറിയാം, അവരുടെ കൈകളിൽ അവൻ ശക്തി ഇല്ലാത്തവനായിരുന്നില്ല. ആ ഗെത്സമനയിൽ ആ സന്ദർഭം നമുക്കറിയാം. അവിടെ തന്നെ പിടിക്കാൻ വന്നവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ യൂദായുടെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരുടെ മുന്നിൽ കർത്താവിന് ശക്തിയില്ലാത്തവനായിരുന്നില്ല. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്റെ ജീവനെ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മഹാപുരോഹിതന്മാരിൽ നിന്നും പരീശന്മാരിൽ നിന്നുള്ള ഒരു വലിയ സംഘം ഉദ്യോഗസ്ഥർ യൂദാസിനെയും കൂട്ടി യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് ഗെത്സമനയിൽ വന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് വന്ന് യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ആ വേദഭാഗം നമുക്ക് പരിചിതമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ അത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം അതിന്റെ ഉത്തരം ഇങ്ങനെ പറയുന്നുണ്ട്: നസറേയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്നുള്ള പദം ഒത്തിരി പ്രത്യേകതയുള്ള ഒരു പദമാണ്. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. നിലത്തെല്ലാവരും വീണ്ടും നിലത്ത് കിടക്കുക. അന്നേരം പിന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരിയുന്നെന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രയനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറയുന്നുവല്ലോ, എന്നെ ആകുന്നു തിരിയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന്, തന്റെ ശിഷ്യന്മാരെല്ലാം പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവ് അങ്ങനെയാണ് ഉത്തരം കൊടുത്തത്. അതായത് യേശു കർത്താവ് തന്റെ ജീവനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നത് എത്ര കൃത്യമായി തന്നെ ഈ വേദഭാഗം വിശദീകരിക്കുന്നുള്ളതാണ്. തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു രീതിയിലും അവർക്ക് പിടിക്കുവാനോ ശിക്ഷിക്കുവാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. ആ നിലയിൽ അത് അസാധാരണ അമാനുഷികമായ ഒരു മരണമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് യേശു കർത്താവിനെ വിവിധ കോടതികളിൽ വിസ്തരിച്ച് ക്രൂശീകരണത്തിനായി ഏൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അക്കാലത്ത് കുറ്റവാളികളെ, നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, കുറ്റവാളികളെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നതിനായി അത് 3 വ്യത്യസ്ത ആകൃതിയിലുള്ള കുരിശുകളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഒന്നാമത്തത് ടി ആകൃതിയിലുള്ള ഒരു കുരിശാണ്. അതൊരു ലംബമായ ഒരു മരത്തടിയുടെ മുകളിൽ ഒരു വലിയ വേറൊരു മരത്തടി വെച്ചിട്ട് ടി ആകൃതിയിലുള്ള ഒരു കുരിശാണ്. രണ്ടാമത്തത് എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശാണ്. അങ്ങനത്തെ കുരിശിലും ആൾക്കാരെ കൊന്നതായിട്ടൊക്കെ ചരിത്ര രേഖകൾ പറയുന്നു.
പറയുന്നുണ്ട്. മൂന്നാമത്തത്, ഇന്നുള്ള നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ പരിചിതമായ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവരുടെ ദേവാലയങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തി കാണുന്ന ആ ആകൃതിയുള്ള ആ ക്രോസിനെയും ആ ക്രോസാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെയുള്ള 3 വിധത്തിലുള്ള ക്രൂശുകൾ കുറ്റവാളികളെ കൊല്ലുന്നതിനായി പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്നു. യേശു കർത്താവിനെ ക്രൂശിച്ചപ്പോൾ അവന്റെ കുറ്റം എന്ന നിലയിൽ ഒരു മേലെഴുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആ മേലെഴുത്ത് ഉണ്ടായിരുന്നതിനാൽ യേശു കർത്താവിനെ ക്രൂശിക്കാൻ ഉപയോഗിച്ചത് നമ്മൾ ഏറ്റവും അവസാനം ചിന്തിച്ച തരത്തിലുള്ള ഈ ക്രോസ്, ആ ക്രൂശ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ക്രൂശ് ആയിരിക്കുമെന്ന് നമുക്ക് അങ്ങനെ അനുമാനിക്കാം ആ നിലയിൽ. കാരണം മുകളിലേക്ക് ഒരു ഭാഗം നീണ്ടു നിൽക്കുന്ന അവിടെയാണ് അവന്റെ കുറ്റം അവർ എഴുതി വെച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രൂശുമരണത്തിന് ശിക്ഷിക്കപ്പെട്ട മനുഷ്യരെ അത് നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് ലോഹങ്ങളും ചില്ല് കഷ്ണങ്ങളും ഒക്കെ കടിപ്പിച്ച തുകൽവാറുകൾ കൊണ്ടുണ്ടാക്കിയ ചാട്ട കൊണ്ട് അടിപ്പിക്കുന്നതും പതിവായിരുന്നു. അത് പലതവണ ക്രൂരമായി തന്നെ അത് ഉപദ്രവിക്കുമായിരുന്നു. അതായത് രക്തം വാർന്നു പോകത്തക്ക വിധത്തിൽ, വലിയ മുറിവുകൾ സൃഷ്ടിക്കുന്ന വിധത്തിൽ ക്രൂരമായി തന്നെ മർദ്ദിക്കുമായിരുന്നു. അത് ആ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ വളരെയധികം ദുർബലമാക്കുന്നതിനും അവന്റെ മരണം വേഗത്തിലാക്കുന്നതിനും ചെയ്യുന്നുണ്ടതാണ്. അതായത് ക്രൂശിൽ തൂങ്ങിക്കിടന്ന് ഒത്തിരി നേരം അവർക്ക് നോക്കിയിരിക്കാൻ, കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് അവന്റെ മരണം സംഭവിക്കേണ്ടതിനായിരുന്നു അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. യേശുവിനെ ക്രൂശിച്ച സമയത്തും അങ്ങനെ ചാട്ടവാർ കൊണ്ട് നിരവധി പ്രാവശ്യം അടിച്ചിരുന്നു എന്നുള്ളത് ആ രേഖകൾ നമുക്ക് കാണാനുണ്ട്. ബൈബിളിൽ നമുക്ക്, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിച്ച 2 ദുഷ്പ്രവൃത്തിക്കാരും, അല്ലെങ്കിൽ അവരെയും നമുക്ക് ആ ഭാഗങ്ങൾ നമുക്കറിയാം. 2 ദുഷ്പ്രവൃത്തിക്കാരും കർത്താവായ യേശുക്രിസ്തുവോട് ക്രൂശിച്ചിരുന്നു. എന്നാൽ അവർ മരിക്കുന്നതിന് മുമ്പായി യേശു മരിച്ചിരുന്നു. യേശു കർത്താവ് അവർ മരിക്കുന്നതിന് മുമ്പായി തന്നെ യേശു കർത്താവിന്റെ ജീവൻ വിട്ടുപോയിരുന്നു എന്ന് നമുക്ക് ആ വേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് ക്രൂശിൽ അധിക സമയം ജീവനോടിരിക്കുന്ന കുറ്റവാളികളുടെ മരണം വേഗത്തിലാക്കാൻ ആദ്യം ചാട്ടവാർ ഉപയോഗിച്ച് മർദ്ദിച്ച് ക്ഷീണത്തിലാക്കി, അങ്ങനെയായിട്ട് പിന്നെയും വൈകുകയാണെങ്കിൽ, അവർ പ്രതീക്ഷയേക്കാൾ കൂടുതൽ വൈകുകയാണെങ്കിൽ അവർ വലിയ ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് കാലുകൾ അടിച്ചൊടിച്ച് അവരെ പെട്ടെന്ന് മരണത്തിന് അല്ലെങ്കിൽ വിധേയരാക്കി പെട്ടെന്ന് മരിക്കുവാൻ വിടുമായിരുന്നു, അല്ലെങ്കിൽ വേഗത്തിലാക്കുമായിരുന്നു. യേശു ക്രിസ്തുവിനൊപ്പം ക്രൂശിക്കപ്പെട്ട ആ 2 ദുഷ്പ്രവൃത്തിക്കാരുടെയും കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അവരുടെ കാലുകളെ ഒടിച്ച് അവരെ പെട്ടെന്ന് മരിപ്പിച്ച് അല്ലെങ്കിൽ കൊന്ന്, അങ്ങനെയാണ് അവരെ ആ ക്രൂശിൽ നിറക്കിയത് എന്ന ആ വേദഭാഗം നമ്മെ അറിയിക്കുന്നുള്ളൂ. നമ്മൾ ആ ഭാഗമൊക്കെ നമുക്ക് പരിചിതമാണല്ലോ. എന്നാൽ യേശുക്രിസ്തു ഇതിനകം ഇവർക്ക് ഒന്ന് പരിശോധിക്കുന്ന സമയത്തിനകം തന്നെ മരിച്ചിരുന്നതിനാൽ കാലുകളെ ഒടിച്ചില്ല. പകരമായി തന്റെ മരണം ഉറപ്പാക്കുവാൻ പടയാളികൾ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി എന്നുള്ളതാണ് ആ വേദപുസ്തക ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് അരിമത്യക്കാരനായ ജോസഫിന്റെ നേതൃത്വത്തിൽ യേശുവിന്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. യേശു കർത്താവ് ഏകദേശം 6 മണിക്കോളം ക്രൂശിൽ കിടന്നതായാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. രാവിലെ 9 മണി അല്ലെങ്കിൽ 9 മണി തൊട്ട് 3 മണി വരെയുള്ള ആ 6 മണിക്കൂർ നീളം, അങ്ങനെയുള്ള ഏകദേശം അത്രയും സമയം ആ ക്രൂശിൽ കടന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ക്രൂശിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾക്ക് ക്രൈസ്തവ സമൂഹം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്രൈസ്തവ സമൂഹം വലിയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇന്നാണ് അത് കൂടുതൽ പ്രാധാന്യത്തോടെ. ബൈബിൾ എഴുതിയ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വാക്കുകളെല്ലാം പ്രാധാന്യമുള്ളതാണ്, എങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക പ്രാധാന്യത്തോടെ അത് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ന് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളിയാഴ്ച അനുസ്മരിക്കുമ്പോൾ യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികളെ കുറിച്ച് ധ്യാനിക്കുന്നത് പതിവാണ്. അവർ അതിനെ ഓർക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ 7 മൊഴികളെയും അവര് മനഃപ്പാഠമാക്കുവാൻ ഒക്കെ ശ്രമിക്കാറുണ്ട്. അവരെ 7 മൊഴികൾ, 10 കൽപ്പനകൾ, ക്രൂശിലെ 7 മൊഴികൾ, അങ്ങനെയുള്ള 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ എന്ന് പറഞ്ഞ പോലെ അതിനോട് കൂട്ടത്തിൽ ഈ 7 മൊഴികളെയും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. യേശുക്രിസ്തു ക്രൂശിൽ കടന്നപ്പോൾ പറഞ്ഞ മൊഴികൾ 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങളായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ 7 മൊഴികളും അതിന്റെ ക്രമത്തിൽ മുഴുവനായി തന്നെ ഏതെങ്കിലും ഒരു സുവിശേഷത്തിൽ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സുവിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ ഒത്തിരി പ്രാധാന്യത്തോടെ 7 മൊഴികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ ഇട്ട് കാണുമ്പോൾ ആ ഓർഡറിലൊന്നും നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാ മൊഴികളും ഒരു സുവിശേഷത്തിലും കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷത്തിൽ മാത്രമായി തുടർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. യേശു കർത്താവ് ക്രൂശിലായിരുന്നപ്പോൾ പറഞ്ഞ ഈ 7 മൊഴികളും വേദപഠിതാക്കൾ അതിന്റെ സമയക്രമത്തിൽ പുനഃക്രമീകരിച്ചതാണ് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്നത്. 7 മൊഴികൾ എന്ന പേരിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് അതൊന്ന് പുനഃക്രമീകരിച്ച് അതിനെ ഒരു ഓർഡറിലാക്കി അതിന്റെ സമയക്രമത്തിനനുസരിച്ച് അതിനെ ഒന്ന് ക്രമീകരിച്ചതാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ലോകരക്ഷിതാവായ യേശുക്രിസ്തു മനുഷ്യ രക്ഷയോടുള്ള ബന്ധത്തിൽ താൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുവാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രാധാന്യമേറിയ ശുശ്രൂഷ, അത്
ആ കാൽവരിയിലെ മഹാപാപ പരിഹാര യാഗം തന്നെയാണ്. ആ പ്രധാനമേറിയ ശുശ്രൂഷയുടെ ഇടയിൽ പറഞ്ഞ വാക്കുകളും അതിന്റെ പിന്നിലെ ആഗ്രഹങ്ങളെയൊക്കെ ധ്യാനിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, ഏത് സമയത്തും അത് അനുഗ്രഹമാണ്. എപ്പോഴും അത് ധ്യാനിക്കുവാൻ, കാരണം കർത്താവിന്റെ മരണത്തെ എപ്പോഴും ഓർമ്മിക്കുവാൻ നമുക്ക് ആഹ്വാനമുണ്ട്. നമ്മളത് ഓർമ്മിക്കുവാൻ, അതിനോട് നമ്മളോട് കഴിയാവുന്നിടത്തോളം കൂട്ടായ്മകളിലൊക്കെ നമ്മൾ അതിനെ ഓർക്കുവാനൊക്കെ നമ്മളതിനെ സ്മരിക്കുവാനൊക്കെ നമ്മൾ സമയം എടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അത് തീർച്ചയായിട്ടും ഏത് സമയത്തും ഓർക്കുന്നത് അതൊരു അനുഗ്രഹമാണ്. ആ ധ്യാനം നമ്മളെ യേശു കർത്താവിന്റെ വേദനജനകമായ ആ ആത്മാവിന്റെ ആഴത്തിലേക്കും മനുഷ്യരഹിതമായ പീഡനങ്ങൾക്കിടയിലും മനുഷ്യവർഗത്തോടുള്ള കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും തന്റെ പിതാവായ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ആ ജയം, അല്ലെങ്കിൽ വിശ്വാസത്താൽ താൻ പ്രാപിച്ച വിജയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ആ ധ്യാനം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ക്രൂശിലെ വഴികളെ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത സുവിശേഷങ്ങളായിട്ടാണ് ഈ 7 മൊഴികൾ കിടക്കുന്നത്. അതൊന്ന് ക്രമീകരിക്കപ്പെട്ട് ഞാൻ ആ മൊഴികൾ ഇപ്രകാരമാണ്, ഞാൻ അത് വേദപുസ്തകത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ കിടന്നത് ക്രമീകരിച്ച് അത് ആ ഓർഡറിലാക്കി പറയുന്നതാണ്. ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിലെ ഒന്നാമത്തെ മൊഴി അതാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലാണ് നമുക്ക് ഈ വേദഭാഗം കാണാൻ കഴിയുന്നത്. രണ്ടാമത്തേതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. അതും ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇത് നമുക്കറിയാം, സന്ദർഭം നമുക്കറിയാം. ആ കള്ളനായ ക്രൂശിൽ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ കർത്താവിനോട് കൃപയ്ക്കായി യാചിച്ചപ്പോൾ പറഞ്ഞ വാക്യമാണെന്ന് നമുക്കറിയാം. ഇനി മൂന്നാമത്തെ മൊഴിയായിട്ട് അത് വേദപണ്ഡിതാക്കൾ അത് ക്രമീകരിച്ചത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. അതുപോലെ അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇതാ നിന്റെ അമ്മ. ഈ ശരിക്കും പറഞ്ഞാൽ ഇത് 2 മൊഴികളാണ്, 2 വാചകങ്ങളാണ്. എന്നാൽ ഇത് രണ്ടും കൂടെ, ഈ 2 പ്രസ്താവനകളെ ഒരുമിച്ച് ഒരു മൊഴിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനോട് പറയാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന, അതാണ് മൂന്നാമത്തെ മൊഴിയായി നമ്മൾ കണക്കാക്കുന്നത്. നാലാമത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ പറയുന്നതും, മർക്കോസിന്റെ സുവിശേഷം 15-ന്റെ 34-ാം വാക്യത്തിൽ ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി. ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന പദമാണ്. 2 സുവിശേഷങ്ങളിൽ 2 രീതിയിലുള്ള ഫ്രേസുകളോട് ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു മൊഴി മാത്രമാണ് ഒന്നിലധികം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ 4-ാമത്തെ മൊഴി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മൊഴി, ദൈവം എനിക്ക് കൈവിട്ടത് എന്തെന്നുള്ള ആ ഒരു മൊഴി മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും, അങ്ങനെ 2 സുവിശേഷത്തിൽ, അതിലൊന്നിലധികം സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു മൊഴിയാണ്. 5-ാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലെ മൊഴിയാണ്, എനിക്ക് ദാഹിക്കുന്നുള്ളത്. 6-ാമത് നിവൃത്തിയായി, അത് 30-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നിവൃത്തിയായി എന്ന് കർത്താവ് അനൗൺസ് ചെയ്യുന്ന ആ മൊഴി. ഏറ്റവും അവസാനം 7-ാമത്തെ മൊഴി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഇങ്ങനെയാണ് വേദപണ്ഡിതാക്കൾ ക്രൂശിലെ 7 മൊഴികളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഓർഡറിലാണ് നമുക്കിതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിൽ നിന്നും ഈ മൊഴികളെ അല്ലെങ്കിൽ സംയോജിപ്പിക്കുമ്പോൾ അതിന്റെ കാലഗണന കൃത്യമായി നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇവിടെ വേദപണ്ഡിതാക്കൾ പറഞ്ഞ ഓർഡറിൽ ഞാനിവിടെ പറഞ്ഞെങ്കിലും ഇതിന്റെ ഓർഡറിൽ കൃത്യമായ കാലഘടന അനുസരിച്ച് കൃത്യമായാണോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറയുന്നതും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ഈ 2 മൊഴി ഏതാണ് ആദ്യം പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ കാലഘടന നമുക്ക് ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഈ 7 മൊഴികളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഓർഡറിൽ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഇടവരട്ടെ. അതാണ് ആ രീതിയിലാണ് നമ്മൾ ഈ ചിന്തയെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 7 മൊഴികളിൽ 3 ലൂക്കോസിലും 3 യോഹന്നാനിലാണ്, 1 മത്തായി മർക്കോസിനും ഉള്ളിൽ, അത് 2ലൂടെയാണ്, അല്ലെങ്കിൽ അതിൽ ചേർന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഈ 7 മൊഴികളിൽ 3, അതായത് 1-ാമത്തെയും 4-ാമത്തെയും 7-ാമത്തെയും ഈ മൊഴികൾ, ഇതെല്ലാം ഈ മൊഴികൾ കർത്താവായ യേശുക്രിസ്തു തന്റെ പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. അത് വ്യത്യസ്തമായ, കാരണം ഈ 7 മൊഴികളും വ്യത്യസ്തമായ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത്, വ്യത്യസ്തമായ ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ 1-ാമത്തെ
മൂന്നാമത്തെയും നാലാമത്തെയും ഏഴാമത്തെയും മൊഴികൾ പിതാവായ ദൈവത്തെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടിട്ടുള്ളതാണെന്ന് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ മൊഴി യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അത് ആ ഭാഗവും നമുക്കറിയാം. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് നീ എന്നോട് പരദീസയിലിരിക്കും എന്ന് പറയുന്ന ആ കുറ്റവാളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം. മൂന്നാമത്തെ വഴി യേശുവിന്റെ അമ്മയെയും യേശു സ്നേഹിച്ച ശിഷ്യനെയും അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വിശദീകരിച്ചതാണല്ലോ. ഇനി എനിക്ക് ദാഹിക്കുന്നു എന്ന അഞ്ചാമത്തെ വഴി അത് തന്നോട് തന്നെയാണോ, അതിന് കാണികളെയാണോ അഭിസംബോധന, അല്ലെങ്കിൽ അവിടെ ചുറ്റുകൂടിയിരിക്കുന്ന ആ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ വാച്ച് ചെയ്യുന്ന കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പടയാളികൾ അവരെല്ലാവരോടുമാണോ എന്നുള്ളത്, അവരാരോടോ അല്ലെങ്കിൽ തന്നോട് തന്നെയോ അല്ലെങ്കിൽ അവരോടോ അത് അങ്ങനെയുള്ള അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആറാമത്തെ വഴി യേശു കർത്താവിന്റെ അത് ക്രൂശിലെ ആ ആറാമത്തെ വഴി അതൊരു വിജയ പ്രഖ്യാപനമാണ്. നിവൃത്തിയായി എന്ന് പറയുന്നത് ഒരു വലിയ പ്രഖ്യാപനം പോലെ അനൗൺസ്മെന്റ് ആയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഞാനതും പറഞ്ഞിരുന്നല്ലോ. ഇനി യേശു കർത്താവ് കാൽവരി നാട്ട് ആ കുരിശിൽ തൂങ്ങിക്കിടന്ന സമയത്ത് ആ പറഞ്ഞ മൊഴികൾ, ഞാനിപ്പോൾ ഈ 7 മൊഴികളെ ക്രമമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. നിന്ന് അല്പമായി നമുക്ക് ഈ മൊഴികളെ ഒന്ന് പഠിപ്പാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആദ്യത്തെ മൊഴി പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ വാചകമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതിന്റെ റെഫറൻസ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഈ വാക്കുകൾ തിരുവഴുത്തിലെ ഏറ്റവും പ്രിയങ്കരവും അവിസ്മരണീയവുമായ വാക്കുകളിൽ ഒന്നാണ്, ഏറ്റവും മനോഹരമായ വാക്കുകളിൽ ഒന്നാണ്. കാരണം അവ പീഡനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ യേശുവിന്റെ മഹാമനസ്കതയെ പ്രകടമാക്കുന്ന ഒന്നാണ്, അതിനെ വ്യക്തമാക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ച തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രസ്താവനയുടെ സന്ദർഭത്തിൽ കാണുന്ന ഇവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരാരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വ്യക്തമല്ല എന്നാണ് ആ നിലയിൽ നമുക്ക് പറയാം. അവിടെ ഒരു ഇവരോട് ക്ഷമിക്കേണ്ടത് പറയുമ്പോൾ ആരെയാണ് ആ ഇവർ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അത് കൃത്യമായി നമുക്ക് ആ വാക്കുകൾ വ്യക്തമല്ല. എന്നാൽ നിരവധി അനുമാനങ്ങൾ നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നുണ്ട്. വേദന സഹിച്ചുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന യേശു പിതാവിനോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നത് യഹൂദ നേതാക്കളാണോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വേണേൽ ചോദിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അത് കർത്താവിനെ വിധിച്ച, അല്ലെങ്കിൽ കർത്താവിനെ അന്ന് പലവിധമായ രീതിയിൽ ആ രാജ്യത്തെ ജനങ്ങളെ പീഡിപ്പിച്ച, ഉപദ്രവിച്ച റോമൻ ഭരണാധികാരികളോടുള്ള ചോദ്യമാണോ എന്നുള്ളതും ആ നിലയിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ ക്രൂശീകരണത്തിനായി മുറവിളി കൂട്ടിയ, അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച ജനത്തെ നോക്കിയിട്ട് ആ ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കാനാണോ എന്നുള്ളതും ആ നിലയിൽ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയും ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനം ഒരു ചോദ്യം ഉയരാവുന്നത് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ, തന്നെ ക്രൂശീകരണത്തിന് ഒരു കുറ്റവുമില്ലാതെ തന്നെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസിനെ, അങ്ങനെയുള്ള വ്യക്തികളുടെ പാപത്തെ കുറിച്ചാണോ എന്നുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പല നിലയിലുള്ള അനുമാനങ്ങൾ നമുക്ക് ഈ സന്ദർഭത്തിൽ ഉയർത്താൻ കഴിയും. എന്നാൽ ക്രൂശിലെ തന്റെ ആദ്യ മൊഴിയിലെ പ്രാർത്ഥനയോട് വരുന്ന ദൈവത്തിന്റെ പാപമോചനം, അതായത് ഈ മൊഴി ഇവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. അതൊരു പാപമോചനമാണ്. അത് നമ്മൾ കേവലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓക്കെ എന്നെ ആളൊന്ന് സുഖപ്പെടുത്തണേ എന്ന് പറയുന്ന നിലയിലൊന്നും അല്ല. അതൊരു വലിയ പ്രഖ്യാപനമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും, അല്ലെങ്കിൽ അവരുടെ പാപത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ നിത്യരക്ഷയിലേക്കുള്ള ചുവടുവെപ്പാണ് ആ പ്രാർത്ഥന കാണിക്കുന്നത്. അന്നേരം ഈ ആദ്യമൊഴിയിലെ പ്രാർത്ഥനയോട് വരുന്ന ദൈവത്തിന്റെ പാപമോചനം ആദ്യം സ്വീകരിക്കുന്നവരായി നമ്മുടെ കർത്താവ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോമൻ ഭരണാധികാരികൾ, അല്ലെങ്കിൽ യഹൂദ മത നേതാക്കൾ, അല്ലെങ്കിൽ തന്റെ ക്രൂശീകരണത്തിനായി മുറവിളി കൂട്ടിയ ജനക്കൂട്ടം, യൂദാസും പീലാത്തോസും ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇവരോടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്നതിലെ ക്ഷമ ആർക്കൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വാദത്തിന് വേണ്ടി പരിഗണിക്കാവുന്ന ചില ഘടകങ്ങളുണ്ട്. അത് നമ്മൾ ആ വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 1-2 കാര്യങ്ങളോട് ഞാനോട് ചേർത്ത് പറയട്ടെ. പീലാത്തോസിന് യേശുവിനെ വിട്ടയക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജനക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്കറിയാമല്ലോ. വിസ്താരത്തിനിടയിൽ യേശു കർത്താവിന്റെ മൗനത്തെ പ്രതി, അല്ലെങ്കിൽ വിശാരത്തിൽ പല കാര്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. നിന്നെ വിട്ടയപ്പാൻ ആഗ്രഹത്തോടെ പീലാത്തോസ് ചോദിക്കുമ്പോൾ ആ മൗനത്തെ കണ്ടിട്ട് പീലാത്തോസ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: യേശു ഉത്തരം ഒന്നും പറഞ്ഞില്ല.
പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകിയില്ലായിരുന്നോ? അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട്. അവിടെ ഒരു പദമുണ്ട്, എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് നിന്നേക്കാൾ അധികം പാപമുണ്ട് എന്നുള്ളൊരു സൂചന അവിടെ നമുക്ക് കാണുന്നത്. അതായത് പീലാത്തോസ് ചെയ്തതിനേക്കാൾ കൂടുതൽ പാപം ചെയ്തുവെന്ന് ദൈവം കണക്കിടുന്ന മറ്റു വ്യക്തികളും ഉണ്ടെന്നുള്ള ആ സൂചനയാണ് നമുക്ക് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു വാക്യം കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന 12-ാം അധ്യായത്തിന്റെ 47-48 വാക്യങ്ങളിൽ, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടുമെന്ന ഈ വാക്യത്തിലെ ഈ ആശയം അവിടെയും വ്യത്യസ്തമായ നിലയിൽ, അല്ലെങ്കിൽ പാപത്തിന്റെ അളവുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ശിക്ഷകൾക്ക് അളവുകൾക്കൊക്കെ വ്യത്യാസമുണ്ടെന്നുള്ള ഒരു സൂചന നമുക്ക് അവിടെ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവായ തന്റെ കയ്യിൽ ഏൽപ്പിച്ചവരെ കുറിച്ച് പറയുമ്പോൾ, നാശയോഗ്യനായ യൂദ ഒഴിച്ച് മറ്റാരും നഷ്ടമായില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭവും നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു ഭാഗം കൂടെ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ യേശു കർത്താവ് ആരുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ഈ ശുശ്രൂഷകൾക്കെല്ലാം, അല്ലെങ്കിൽ ഈ ശുശ്രൂഷകളെല്ലാം തികച്ചിട്ട്, അതായത് കാൽവരി ക്രൂശിലെ മരണം കഴിഞ്ഞ് തന്നെ അടക്കപ്പെട്ടിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് തന്റെ ശിഷ്യന്മാരോട് പ്രത്യക്ഷനായി അവരെ ധൈര്യപ്പെടുത്തിയിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി അവരോട് പറഞ്ഞ വാക്കുകൾ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അതുപോലെ ആ വേദഭാഗം നമുക്കറിയാമല്ലോ. അതുപോലെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളും നമുക്കറിയാമല്ലോ. ആ ഗ്രേറ്റ് കമ്മീഷൻ, അല്ലെങ്കിൽ ആ മഹത്തായ കൽപ്പന എന്നുള്ള ആ ഭാഗവും നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ ശിഷ്യന്മാർ തങ്ങളായിരിക്കുന്ന യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുമ്പോൾ അനുദപിക്കുന്ന, മാനസാന്തരപ്പെടുന്ന സകലരിലേക്കും ആ ക്ഷമയുടെ അനുഗ്രഹങ്ങൾ പകരുമെന്നുള്ളതാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യത്തെ മൊഴി, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥന, ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ആ മാനസാന്തരം, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, കർത്താവിന്റെ മാനസാന്തരത്തെ കുറിച്ച്, കർത്താവിന്റെ നാമത്തിലുള്ള മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ അനുദപിക്കുന്ന ഏവരിലേക്കും അത് ചെല്ലുവാനുള്ള പ്രാർത്ഥനയായിട്ടാണ് ആ മൊഴി കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞത്. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ശതാധിപനും അവരോടുകൂടെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിക്കുന്നത് കണ്ടിട്ട് അവൻ ദൈവത്തിനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു എന്ന് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല, ആ ഭാഗം നമുക്കറിയാമല്ലോ. യേശുവിനെ ദൈവത്തിൽ നിന്ന് ഏറ്റു പറഞ്ഞ ആ ശതാധിപൻ മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ വന്ന് കഷ്ടം അനുഭവിച്ച് ശുശ്രൂഷകളെല്ലാം തികച്ച ആ യേശുവിലെ ദൈവത്തെ കാണാൻ കഴിയുന്ന ആർക്കും ആ ദിവരക്ഷ ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ആ പ്രകാശം ഉണ്ടാകും. അവർക്ക് കർത്താവിനെ അറിയുവാനും രക്ഷ പ്രാപിപ്പാനും ഒക്കെ ദൈവം ഇടവരുത്തും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു ക്രൂശിലായിരുന്നപ്പോൾ തന്നോട് കൃപയ്ക്കായി അപേക്ഷിച്ച ആ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവന് ലഭിച്ച വാഗ്ദത്തം, ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയുടെ ഫലത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരിൽ ആരൊക്കെ മാനസാന്തരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു, ആരൊക്കെ അനുതാപത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവരുടെയൊക്കെ പാപം ക്ഷമിക്കുമെന്നുള്ള ആ ഒരു വലിയ കാര്യമാണ് ആദ്യത്തെ ആ മൊഴിയിലൂടെ വെളിപ്പെടുത്തുന്നത്. യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി യെരൂശലേമിൽ വന്ന വിവിധ ഭാഷക്കാരായ ആളുകളോട് സംസാരിച്ചത് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തി 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നുന്ന പത്രോസിന്റെ ശാസനം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നാണ് അവിടെ ചോദിച്ചത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചിരുന്നു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്.
അവിടെയും ഏകദേശം 3000 പേർ അന്ന് രക്ഷിക്കപ്പെട്ടു, ആ പാപക്ഷമ പ്രാപിച്ചു, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അവർ ദൈവത്തിന്റെ മുമ്പാകെ നീതിമാന്മാരായി തീർന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന സമയത്ത് പറഞ്ഞ ആദ്യ മൊഴിയായ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നതിന്റെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി ഇതുവരെയും കണ്ടത്. ഇന്ന് ഈ തിരുവചന സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പത്രോസ് യെരുശലേമിൽ തന്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു. നമ്മളിപ്പോൾ വായിച്ച അതേ വാക്യം തന്നെ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ വലിയ വാഗ്ദത്തം ഇന്നും പ്രവർത്തിക്കുന്നു. അതിന്റെ സാക്ഷികളാണ്, ആ പ്രവർത്തിക്കുന്നതിന്റെ സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് ആ സാക്ഷ്യത്തോടെ നിൽപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടല്ലോ. നമുക്കും നമ്മുടെ മക്കൾക്കും മാത്രമല്ല, ഇനിയും സന്തോഷത്തോടെ ഈ വാഗ്ദത്തത്തെ സ്വീകരിക്കുന്ന അനേകരെ ദൈവം വിളിച്ചു വരുത്തുമെന്നുള്ള, ഇനിയും വിളിച്ചു വരുത്തും. അത് കർത്താവിന്റെ നാളോളം അത് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടെ ആ വാക്യം നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സംസാരിച്ച ഈ വചനങ്ങളായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.